ഹായ് ഹലോ നമസ്കാരം. ഇന്നെന്താ ഒരു ഓൺ വോയിസ് വീഡിയോ എന്നല്ലേ ഇപ്പം എല്ലാവരും ചോദിച്ചേ? ശരിയാ, ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. എല്ലാത്തിനും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ഇൻബോക്സിൽ കിടക്കുന്ന കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാണാം. അതായത് ചിലർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോസ് കണ്ടിട്ടും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നേരിട്ട് അറിയാവുന്നവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് മറുപടിയുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ മുഖത്ത് കുരുക്കളൊന്നും അധികം കണ്ടിട്ടില്ല. അതെന്താ മുഖക്കുരു ഒന്നും അധികം വരാത്തത്? മുഖക്കുരു വരാറില്ലേ? മുഖക്കുരു ഇതുവരെ കണ്ടിട്ടില്ല. എന്താ നിന്റെ മുഖത്ത് മുഖക്കുരു വരാത്തത്? എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ മുഖക്കുരു വരാത്തത്? എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം മുഖക്കുരു വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല എന്താ മുഖക്കുരു വരാത്തതെന്ന്. സാധാരണ സ്ത്രീകൾക്ക് പീരീഡ് സമയത്ത് കുറച്ച് മുഖക്കുരു എന്തായാലും മുഖത്ത് കാണേണ്ടതാണ്. പക്ഷേ എനിക്ക് അങ്ങനെയും വലുതായിട്ട് ഒന്ന് രണ്ടെണ്ണം വരും, വരില്ല എന്നല്ല, വരും. പക്ഷേ അതങ്ങ് പോവുകയും ചെയ്യും. ഇങ്ങനെ എന്താ പറയുക, ഇത്രയും ചിലരുടെ മുഖം കണ്ടിട്ടില്ല, എന്നിട്ട് മുഖക്കുരു വന്ന് ഇങ്ങനെ വീർത്ത് പഴുത്ത് കൊടുത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് മുഖക്കുരു വരാത്തത് എന്ന് ചോദിച്ചാൽ, അത് ഓരോരുത്തർക്കും ഓരോരോ ശരീരപ്രകൃതിയാണ്. എല്ലാവരുടെ ശരീരവും ഒരുപോലെയല്ല, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം മുഖക്കുരുവിൽ വ്യത്യാസം വരുന്നത്. പിന്നെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് ഹോർമോണൽ ഇഷ്യൂസിന്റെ കാരണങ്ങൾ കൊണ്ട് വരാതിരിക്കാം. അപ്പോൾ എൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത്. നിങ്ങൾ എന്താണ് എൻ്റെ മുഖത്ത് മുഖക്കുരു അധികം കാണാത്തത്? അത് സ്നേഹം കൊണ്ടല്ലേ ചോദിച്ചവരെന്നും എന്ന് എനിക്കറിയാം. ചിലപ്പോൾ ചിലർ അറിയാനുള്ള ആഗ്രഹമുണ്ട്, കാരണം അവർക്ക് മുഖക്കുരുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും റെമഡി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്കും കൂടെ പറഞ്ഞു കൊടുത്ത് അത് സോൾവ് ചെയ്യാലോ എന്ന് കരുതി നല്ല ഉദ്ദേശത്തോടെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെത് മാത്രമാണ്, മറ്റുള്ളവരുമായി യാതൊരു ബന്ധവുമില്ല. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം എന്തുകൊണ്ട് എൻ്റെ മുഖത്ത് വരാത്തതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ചോദിച്ചപ്പോഴാണ് ഞാൻ തന്നെ ആലോചിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ് എൻ്റെ മുഖത്ത് വരാത്തത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എൻ്റെ മുഖത്ത് ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരാളെ അല്ല. ഈവൻ ഒരു പൗഡർ പോലും ഞാൻ ഇട്ടിട്ട് ഏകദേശം 20 വർഷത്തിലധികമായി ഞാൻ എൻ്റെ മുഖത്ത് ഒരു പൗഡർ എങ്കിലും ഇട്ടിട്ട്. ഈവൻ സാധാരണ കോമ്പാക്ട് ആയാലും ടാൽക്കം പൗഡർ ആയാലും ശരി, ഞാൻ എൻ്റെ മുഖത്ത് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്തത് ലാസ്റ്റ് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് കുറച്ച് കോമ്പാക്ട് പൗഡർ ഞാൻ മുഖത്ത് ഇട്ടായിരുന്നു. എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഇട്ടതാണ്. പക്ഷെ പിറ്റേന്ന് തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് എനിക്ക് കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഒരു ടാൽക്കം പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് 25 വർഷത്തോളം അധികം ആയിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്താ പറയാ, മുഖത്ത് ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ടാവാം എൻ്റെ മുഖത്തധികം മുഖക്കുരുക്കൾ വരാത്തത്. കാരണം എൻ്റെത് സെൻസിറ്റീവ് സ്കിൻ എന്നാണ് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചികിത്സിച്ച എൻ്റെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഞാൻ അങ്ങനെയുള്ള ചപ്രസാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അതാവാം ഒന്നാമത്തെ റീസൺ. സെൻസിറ്റീവ് സ്കിന്നാണ്. ഞാൻ മുഖത്ത് ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. ഈവൻ ഒരു പൗഡർ പോലും ഞാൻ എൻ്റെ മുഖത്ത് ഉപയോഗിക്കാറില്ല. പിന്നെ കുറച്ച് വെളുപ്പുള്ളതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടും. അതായത് എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് വന്നിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കാൻ മേക്കപ്പ് ഒക്കെ ഇട്ട്. അതുകൊണ്ട് പക്ഷെ മുഖത്ത് മേക്കപ്പ് ഇടാൻ പറ്റാത്തത് കൊണ്ട് ആ സങ്കടം മാറ്റാനായിട്ട് ഞാൻ കണ്ണെഴുതുന്നു വെച്ചാൽ ഒരു കല്യാണത്തിന് വരെയൊക്കെ അതിലൊക്കെ 2 സൈഡിലൊക്കെ ഇടുമായിരുന്നു, വാഴകിട്ട് എഴുതും. പിന്നെ ഇപ്പം അതുമില്ല, താഴെ മാത്രം കണ്ണെഴുതും. പിന്നെ ഉള്ളത് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളൊരു ചോയ്സ് മാത്രമേ പിന്നെ എൻ്റെ മുഖത്ത് ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടും. അപ്പോൾ ഇത്തിരി വെളുപ്പുള്ളത് കൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടാൽ എന്തോ നല്ല ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒരു മേക്കപ്പ് ആണെന്ന് തോന്നും. അതിൻ്റെ മോളും പറയാറുണ്ട്, അമ്മയ്ക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഇതില്ല, കുറച്ച് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്ക് നല്ല മേക്കപ്പ് ഇട്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. ശരിയാണ്, ഞാൻ 1-2 വീഡിയോസിലൊക്കെ ആരോഗ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇച്ചിരി ഫെയർ ആയിട്ടുള്ളവരെ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ മുഖത്ത് അല്പം നല്ല എന്താ പറയുക, കുറച്ച് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയുള്ളതായിട്ട് തോന്നുന്നു. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് മാത്രമേ ഞാൻ എൻ്റെ മുഖത്തിടുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ്. അപ്പം ഒന്നാമത്തെ റീസൺ, എനിക്ക് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ടാവാം എൻ്റെ മുഖത്തധികം കുരുക്കൾ വരാത്തത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു റീസൺ എൻ്റെ അറിവിലുള്ളൂ. പിന്നെ ഒന്ന് ആലോചിച്ച് ഞാൻ കുറച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. നന്നായിട്ട് വെള്ളം ഇഷ്ടംപോലെ കുടിക്കും. എൻ്റെ അനിയത്തി അമ്മ പറയാറുണ്ട്, ചേച്ചി എന്തിനാ ഇത്രയും അധികം വെള്ളം കുടിക്കുന്നതെന്ന്. അതായിട്ട് അല്ലാതെ എന്തിനാ നമ്മൾ വെള്ളം കുടിക്കുന്നല്ലേ, വെള്ളം കുടിക്കാൻ തോന്നും. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കും. ചിലപ്പോൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടാവാം മുഖത്തധികം കുരുക്കൾ വരാത്തത്. എൻ്റെ അറിവിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ മോള് പ്രീമച്ചർ ബേബി ആയിരുന്നു. 28 വീക്സിലാണ് ഡെലിവറി നടന്നത്, 28 ആഴ്ചയിൽ. അപ്പം ഏകദേശം 6 മാസമൊക്കെ കഴിയുന്നതേ ഉള്ളൂ. അപ്പം ശാരീരിക ഇഷ്യൂസ് എന്തായാലും ഉണ്ട്. PCODയും അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസും തൈറോയിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിനിപ്പോഴും മെഡിസിൻ എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇത്രയും മെഡിസിൻ എടുത്തിട്ട് അതുകൊണ്ടാവാം വെള്ളം നന്നായിട്ട് ഞാൻ കുടിക്കാറുണ്ട് മെഡിസിൻ എടുക്കുന്നത് കൊണ്ട്. പിന്നെ പീരിയഡ് സൈക്ലിക് പ്രോബ്ലം, അതായത് ഹോർമോൺ ഇഷ്യൂസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലും അതിൻ്റെ ഇഷ്യൂസ് നമുക്ക് വരും. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് കുരു വരാത്തതാണ്. ചിലരെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ. കാരണം നിനക്ക് PCOD ഉണ്ട്, നിനക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, നിനക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ട്, ഇത് കൊണ്ടുവരുന്നതിൻ്റെ മുഖത്ത് കുരു പോലും ഇല്ല, എന്താ അങ്ങനെ? സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മുഖത്ത് കുരു വരാതിരിക്കാനുള്ള ചില റീസൺസ് എന്ന് ഞാൻ കരുതുന്നു.
അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എല്ലാവരുടെ ബോഡി ടൈപ്പും ഒരുപോലെയല്ല. എൻ്റെ മുഖത്ത് പ്രധാനമായിട്ടും കുരു വരാത്തതിന്റെ റീസണായിട്ട് ഞാൻ കരുതുന്നത്, ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ഒരാളാണ്. ഈവൻ ഒരു പൗഡർ പോലും ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ മുഖത്ത് കരിയെഴുതും ചുണ്ടി ലിപ്സ്റ്റിക് ഇടും, ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. നന്നായിട്ട് വെള്ളം കുടിക്കും. മിനിമം ഒരു 3.5-4 ലിറ്റർ വെള്ളമെങ്കിലും ഞാനൊരു ദിവസം കുടിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കും പ്രകാരം. കാരണം അങ്ങനെ കൃത്യമായിട്ടുണ്ട് എങ്ങനെ കണക്ക് പറഞ്ഞു എന്ന് നാളെ ചോദിക്കരുത്. ഞാൻ രാവിലെ എണീറ്റ് ഒരു 2 ചെരുവം വെള്ളം അങ്ങ് തിളപ്പിച്ച് വെക്കും. അത് ഏകദേശം ഒരു 6-7 ബോട്ടിൽ ഞാൻ നിറച്ചും വെക്കും, വെള്ളം ചൂടാറിയതിന് ശേഷം. അതെല്ലാം 1 ലിറ്ററിന്റെ ബോട്ടിലുകളാണ്. അങ്ങനെ നിറച്ച് വെക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും ഒരു ദിവസം എത്രത്തോളം. എനിക്ക് ഏകദേശം ഒരു 4.5 ലിറ്ററോളം വെള്ളം ഞാൻ കുടിക്കാറുണ്ട് ഒരു ദിവസം. നല്ലതാണോ ചീത്തയാണോന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും വെള്ളം ദാഹിക്കും ഞാൻ കുടിക്കും. അപ്പോൾ അതുകൊണ്ടാവും മുഖത്ത് കുരുക്കൾ വരാത്തത്. പിന്നെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും മാസത്തിൽ ഒരു 1-2 മാക്സിമം പോയി 2 തവണ കേട്ടോ, ചില മാസങ്ങളിൽ 1 തവണ കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കും. ഒരു മാസത്തിൽ കൂടുതൽ എൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഞാൻ കഴുകാതിരിക്കില്ല. എന്തായാലും കഴുകും. കാരണം ഞാൻ കമന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, മുഖത്ത് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഇഷ്യൂസ് ഒന്നും വരണ്ടെന്ന് കരുതി ഞാൻ വൃത്തിയാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റീസൺ എൻ്റെ മുഖത്ത് കുരുക്കൾ വരാത്തത്. ഇനി എൻ്റെ മുഖത്ത് കുരു വരാത്തത് എന്ന റീസൺ ചോദിക്കരുത്. ഞാൻ എൻ്റെ മുഖത്ത് കുരു വരാതിരിക്കാനുള്ള ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. കുരു വരികയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് പൊയ്ക്കോട്ടെ, ഞാൻ തൊടാനും പോകില്ല. എപ്പോഴെങ്കിലും വന്നിട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതും. കുരു വന്നാൽ ഞാൻ കുരുതിൽ തൊടാറ് പോലും, ആ ഒരു ഏരിയ പോലും ഞാൻ തൊടൂല കേട്ടോ. കൈ കൊണ്ടെങ്ങനെ തൊട്ടാൽ അയ്യോ അതിന് അവിടെ നിന്ന് പഴുത്തു പോയാലോ എന്ന് പേടിച്ച് ഞാൻ തൊടാറേ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മുഖത്ത് കുരു വരാതിരിക്കാനുള്ള കാരണങ്ങൾ. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ഞാൻ കരുതുന്ന 1-2 സംശയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാനുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം. പിന്നെ ഓൺ വോയിസ് വീഡിയോ ഞാനങ്ങനെ ഇടാറുണ്ടായിരുന്നൊരു വ്യക്തിയല്ല. പക്ഷെ ഇപ്പോൾ ഇട്ടത് ചുമ്മാ ഇതിനാ നമുക്ക് നമ്മുടെ സൗണ്ട് ഇഷ്ടമല്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ സൗണ്ടും 10 പേര് അറിയട്ടെ അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സജഷൻസോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ രാവിലെ ആയി, ഇനി പോയി ഒന്ന് ഫ്രഷൊക്കെ ആവട്ടെ. കുളിക്കാൻ വയ്യ, ഇന്നലെ മഴ തന്നെ ഞാൻ ചെറിയൊരു തലവേദനയുണ്ട്. അതുകൊണ്ട് ഒന്ന് പോയി ഫ്രഷൊക്കെ ആയി. കുക്കിങ് കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. കുറച്ച് പണിപ്പുരയിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു KSFL ജോലിയുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഷാർവി ക്ലോത്തിങ് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കൊറിയറൊക്കെ വരും, അതൊക്കെ കളക്ട് ചെയ്യാൻ പോകണം. അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.